ശ്രീലങ്കയുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായി ഇന്ത്യ ഒരു കപ്പൽ സർവീസ് കൂടി ആരംഭിക്കുന്നു. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്ന് ശ്രീലങ്കയിലെ തലൈമാന്നാറിലേക്ക് ജൂലൈയിൽ സർവീസ് തുടങ്ങും. 1 മണിക്കൂർ കൊണ്ട് ലങ്കയിലെത്തും. തമിഴ്നാട് മാരിടൈം ബോർഡാണ് കപ്പൽ സർവീസ് നടത്തുന്നത്. കസ്റ്റംസ്, ഇമിഗ്രേഷൻ സൗകര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയമാണ് ചെയ്യുക. തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് നിന്നും ശ്രീലങ്കയിലെ കാങ്കേശൻതുറയിലേക്ക് ഇപ്പോൾ കപ്പൽ സർവീസ് ഉണ്ടെങ്കിലും 4 മണിക്കൂറാണ് യാത്രയ്ക്ക് വേണ്ടത്. ദൂരം 111 കിലോമീറ്ററും. എന്നാൽ രാമേശ്വരത്ത് നിന്നും തലൈമാന്നാറിലേക്ക് 27 കിലോമീറ്ററേ ഉള്ളൂ. മദ്രാസ് IITയിലെ വിദഗ്ധർ വിശദ റിപ്പോർട്ട് തയ്യാറാക്കി. രാമേശ്വരത്ത് താൽക്കാലിക ജെട്ടി നിർമ്മിക്കും. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതിയിൽപ്പെടുത്തി 150 കോടി ചെലവിട്ട് സ്ഥിരം ജെട്ടി നിർമ്മിക്കും. മാത്രമല്ല, പുതിയ കപ്പൽ വിനോദസഞ്ചാരികൾക്ക് വലിയ സൗകര്യമാകും. ഇരു രാജ്യങ്ങൾക്കും ഗുണകരവുമാകും. തമിഴ് പുലികൾ കരുത്താർജിക്കുകയും ശ്രീലങ്ക ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്ത 1980കളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കപ്പൽ ഗതാഗതം നിലച്ചത്. മോദി സർക്കാർ വന്ന ശേഷം 2023 ഒക്ടോബർ 14-നാണ് ശ്രീലങ്കയിലേക്കുള്ള കപ്പൽ സർവീസ് പുനരാരംഭിച്ചത്.